പൈസ ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തില്ലാണ്ട് ചായ കുടിച്ചിനാ വന്ന് ഭക്ഷണം കഴിച്ചിനാ വയസ്സായവരോട് ചോദിച്ചാൽ അങ്ങോട്ട് കീസയിലെ പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു പാവം വ്യക്തി ഇങ്ങോട്ട് ഒരാളുടെ പൈസ വാങ്ങൂല. 98,000 രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരെ നുണപരിശോധന നാർക്കോ ടെസ്റ്റിന് അതാരാണോ വാങ്ങിച്ചത്, അതായത് കൊടുത്ത ആളുണ്ടാവില്ലേ, അവർ പറയുന്ന ആള്, അവരെ നാർക്കോ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. മുനീശ്വരൻ കോവിലിന്റെ അതിലെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല. കക്കൂസിൽ പോയിട്ട് തൂങ്ങി മരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരൻറ്റുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്കും തോന്നിയ സംശയമല്ലേ, എന്തിനാണ് ഈ പെണ്ണിന്റെ വീഡിയോ ഇപ്പോൾ റിയാക്ഷൻ എടുക്കുന്നതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പുതുമയില്ലല്ലോ, എന്തിനായിരിക്കും ഞാനിപ്പോൾ ഈ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന്? അല്ലെങ്കിൽ ഇതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നവീന്റെ ആത്മാവ് ഈ പെണ്ണിലൂടെ സംസാരിച്ചതാണോ എന്ന്. ആത്മാവിൽ എനിക്കൊന്നും വിശ്വാസമില്ല, ഞാനതൊന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഇത് പറയാനുള്ള കാരണം നമ്മൾക്ക് ഇപ്പോഴാണെന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ നിമിഷത്തിലെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഇതൊരു ആത്മഹത്യ എന്നതിലപ്പുറം കൊലപാതകമാണ് എന്നൊരു സംശയം തോന്നി തുടങ്ങിയത്. തുടക്കം മുതലേ നമ്മൾ കരുതിയിരുന്നത് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ എന്തോ ദുരൂഹതയുണ്ട്, അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ്, ആത്മഹത്യക്ക് പ്രേരണ നൽകിയവരൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർ ശിക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചവരാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടുതൽ അനലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾക്കൊക്കെ സംശയം കൂടുകയാണ്. അത് സത്യത്തിൽ ഒരു ആത്മഹത്യയായിരുന്നോ, കൊലപാതകമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ. ഇത് നമ്മൾക്ക് ഇപ്പോൾ തോന്നിയ കാര്യമാണ്. പക്ഷേ ഈ ഒരു വീഡിയോ മലയാളി വാർത്ത ഇൻസൈഡ് എന്ന യൂട്യൂബ് ചാനലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഈ സ്ത്രീ ഈ കാര്യം പറയുന്നത് നവീൻ ബാബു മരിച്ച് 2 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ. ആ സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തെ തള്ളിവിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിനേറ്റ അപമാനം, ഈ യാത്രയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യ കടന്നു വരികയും ആരും വിളിക്കാതെ കടന്നു വരികയും അവിടെ വെച്ച് ഇദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിന് പിന്നാലെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ വിഷയം ഇത്തരം ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിനെ കുറിച്ചായിരുന്നു. പക്ഷേ ആ സമയത്താണ് അതൊരു ആത്മഹത്യയാകാൻ സാധ്യതയില്ല, അങ്ങനെ കെട്ടിത്തൂങ്ങിച്ചാകുന്ന വ്യക്തിയല്ല നവീൻ ബാബു എന്ന രീതിയിൽ ഈ സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ റിയാക്ഷൻ എടുക്കാൻ കാരണം. 2 ദിവസം മാത്രമായിട്ടുള്ളൂ, 17-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് നവീൻ ബാബുവിന്റെ വീടിനടുത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവിടെ ഈ സ്ത്രീ വന്നത് കണ്ട് ഈ മീഡിയ ചാനലിൽ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമെന്നൊരു സാധ്യത കൊണ്ടുപോയി ചോദിച്ചതാണ്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ ഇവർ അറിയുന്നത്. ഇവരന്ന് സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞത് ഇത് വെറുതെ കാര്യങ്ങളൊക്കെ വഴിതിരിച്ചു വിടാനുള്ള പരിപാടിയാണ്. നവീൻ ബാബുവിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞൊരു പക്ഷേ ഉറ്റവരായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ബന്ധുക്കൾ മാത്രമായിരിക്കാം, ആരാണെന്ന് വ്യക്തമായിട്ട് ഈ ചാനൽ പറയുന്നില്ല. നാട്ടുകാരിൽ ചിലരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ പറഞ്ഞു ഈ വീഡിയോ പുറത്തുവിടണ്ട, അതുപോലെ ഇവര് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോ പുറത്തുവിടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് ചർച്ചകൾ വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിവസ്ത്രത്തിൽ കണ്ട ചോരപ്പാടിനെ കുറിച്ച് യാതൊരു രീതിയിലുമുള്ള റെഫറൻസും ഇല്ല, അതെങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചില്ല. അപ്പൊ ഇൻക്വസ്റ്റ്, അതുകൊണ്ട് ആ രീതിയിലുള്ള പരിശോധനകൾ നടന്നിട്ടില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിതിലൊരു എക്സ്പെർട്ട് ഒന്നുമല്ല, വാർത്തകളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കാര്യങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പറയാനായിട്ട് ഈ സ്ത്രീക്ക് കഴിഞ്ഞതാണ് സംശയം തോന്നിക്കുന്ന ഒരു കാര്യം. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങളിലെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇവർക്ക് ADM നവീൻ ഭാവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരുപാട് NGOയുടെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിയമപരമായ സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ADMനടുത്ത് പോകാറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, എല്ലാ വിധത്തിലും സഹായിക്കുന്ന മനുഷ്യൻ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇവരുടെ ഒരു ടെസ്റ്റിമണി കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. വളരെ നല്ലൊരു വ്യക്തിയാണെന്ന രീതിയിൽ, ഈ പറയുന്ന പോലെ കൈക്കൂലി മേടിക്കുന്ന ഒരാളല്ല, അതിന്റെ ആവശ്യവുമില്ല, അങ്ങനെ പോയി ആത്മഹത്യ ചെയ്യുന്ന ആളുമല്ല എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. മീറ്റിംഗിൽ അവിടെ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് 98,000 രൂപ വാങ്ങിച്ചു എന്നാ. 98,000 രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരെ നുണപരിശോധന നാർക്കോ ടെസ്റ്റിന് അതാരാണോ വാങ്ങിച്ചത്, അതായത് കൊടുത്ത ആളുണ്ടാവില്ലേ, അവർ പറയുന്ന ആള്, അവരെ നാർക്കോ ടെസ്റ്റ് ചെയ്യണോ. അത് ഞാൻ ഹൈക്കോടതി ഇല്ല. അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു പെട്രോൾ പമ്പ് നടത്താമെന്നും പറയുന്നുണ്ട്. അവർ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് പെട്രോൾ പമ്പ് നടത്താനുള്ള അനുമതി ഇല്ലാന്ന് അറിയാലോ. പിന്നെ 2 എന്ന് വെച്ചാൽ അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. മുനീശ്വരൻ കോവിലിന്റെ അതിലെ കൂടി
വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ അത്രേ ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല. നിങ്ങൾ എല്ലാവരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക. ആരെങ്കിലും മർദ്ദിക്കോ എന്തെങ്കിലും ചെയ്ത് ശരീരത്തിന് പാടുകളുണ്ടോ? ഒരു കക്കൂസിൽ പോയിട്ട് തൂങ്ങി മരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതില് എന്തെങ്കിലും തരത്തിലുള്ള കോടതി അറിയാൻ വേണ്ടിയിട്ട്, ഹൈക്കോടതി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ആദ്യം പറയുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ സ്ത്രീ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചതിന്റെ 2ാമത്തെ ദിവസമാണ് ഈ പറയുന്നത്. 17-ാം തീയതിയാണ് ഈ കാര്യം ഈ സ്ത്രീ പറയുന്നത്. 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ആ സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഇതൊരു പ്ലോട്ടായിരിക്കണം, അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് ഒരു പ്ലോട്ടായിരിക്കണം, പ്രതികാരമായിരിക്കണം എന്നാണ് ആ സമയത്തൊക്കെ ഞാനും കരുതിയിരുന്നത്. ഇവർക്കുള്ളൊരു പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി അവിടെ വന്ന് ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുക, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നല്ല, അദ്ദേഹത്തെ അധിക്ഷേപിക്കുക, അതിനുവേണ്ടി മാത്രം മുതലെടുത്തൊരു അവസരമായിട്ടാണ് ആ സമയത്തൊക്കെ 17-ാം തീയതി നമ്മൾ കരുതുന്നത് അങ്ങനെയാണ്. പിന്നീട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു, ഈ ഒരു സംഭവത്തിലുള്ള വേദന കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. പക്ഷെ ഇവരിവിടെ കൃത്യമായിട്ട് പറയുന്നു അവരെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണം. 2ാമത്തെ കാര്യം, യാത്ര ചെയ്യാനായിട്ട് ട്രെയിനിൽ കയറിയ വ്യക്തി വീണ്ടും വീട്ടിലേക്ക് മടങ്ങിപ്പോയ സാഹചര്യം പരിശോധിക്കണം. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു KM ഷാജഹാനോ മറ്റോ ആണോ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് തൊട്ടും ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പിന്നെ അത് വിശദമായിട്ട് കാണാനുള്ള സമയം ഉണ്ടായില്ല. പക്ഷെ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ഇന്നോവ കാറിൽ, വെള്ള ഇന്നോവ കാറിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയതിന് സാധ്യതയുണ്ടെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വായിച്ചതിന് ശേഷം പറയാം. എങ്കിലും ആ വീഡിയോ ലഭ്യമാണ്. പിന്നെ ഇന്നോവയിൽ വന്നയാൾ PP ദിവ്യയുമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തി എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് കണ്ടതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിനൊക്കെ എന്തൊക്കെ രേഖകളുണ്ടെന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയൊന്നുമില്ല. അപ്പോ ഈ പോയി എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ ആ സമയത്ത് ആരൊക്കെ വിളിച്ചു, ഇദ്ദേഹം തിരിച്ചു പോകാനുള്ള സാഹചര്യം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം വേണമെന്ന് ഇവർ സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു കൊലപാതകം നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാത്തൊരു റിപ്പോർട്ടെന്നാണ് നമുക്ക് അനാലിസിസിലൂടെയൊക്കെ മനസ്സിലാവുന്നത്. നമുക്ക് വിവിധ രീതിയിലുള്ള വിദഗ്ധരൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സാഹചര്യമില്ല. കാരണം ആ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു. സത്യത്തിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് എതിർപ്പുണ്ട്. ഇത്തരം ഒരു വിവാദമാകുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പിന്നാലെ പോകുന്നു? ആ സമയത്ത് നമ്മൾ കുറെ കൂടി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ട് തുടരന്വേഷണത്തിന് ആവശ്യമാണെങ്കിൽ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ആ സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഈ ആചാരങ്ങളൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ എന്താണ് നമുക്കൊരു പ്രശ്നം? പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മളെ കയ്യിൽ നിന്ന് പോയി, ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാധ്യതയില്ല. പക്ഷേ ഈ സ്ത്രീ അന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജിലാണ് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇൻഫ്ലുവൻഷ്യലായ സ്റ്റാറ്റസ് ആണെന്ന് ചോദിക്കാം. പറയാൻ പറ്റില്ല നമുക്ക് ഏതൊക്കെ രീതിയിൽ ഒരു സാധാരണക്കാരൻ എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നു നമ്മൾക്കറിയില്ല. ഒരാളുടെ ടൈറ്റിൽ വെച്ചല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്, അയാളുടെ ബന്ധങ്ങൾ കൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കൂടെ എന്നൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇവരുടെ വീട്ടുകാര് അവരുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞാണ്. പക്ഷേ അതിനു മുന്നേ ധൃതിപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തി. സത്യത്തിൽ ലീഗലി അങ്ങനെ വേണ്ട എന്നാണ് മനസ്സിലായത്. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം വേണമെന്നും നിർബന്ധമില്ല പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ. പക്ഷേ എങ്കിലും അവർ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് എന്തുകൊണ്ട് ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളത് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും കണ്ടെത്തൽ, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കയറുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ റോപ്പ് ഇനി അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പുതിയ റോപ്പ് ഏതെങ്കിലും ഒരു കടയിൽ നിന്നല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. ഇത് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റിയൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടോ? ആ രീതിയിലൊക്കെ അന്വേഷണം പോകേണ്ടതാണ്. ആ കാര്യത്തിലോട്ടൊക്കെ കൃത്യമായി സംശയമായിട്ടൊരു സ്ത്രീ 2ാം ദിവസം അവിടെ വരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരുപക്ഷെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും ഈ വിഷയത്തിൽ. ഇവരെന്തുകൊണ്ട് ആ രീതിയിൽ സംസാരിച്ചു, എന്താണ് അവരങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷയങ്ങൾ എന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്കുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്നാണ്. ഇതിപ്പോ ഈ കാര്യം പുറത്തുവിട്ടു, ഈ ചാനൽ പുറത്തുവിട്ടതിനു ശേഷം ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലെ കാര്യമാണ്. മാത്രമല്ല ഇതില് മുൻ ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കെമാൽ പാഷ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് ആരുടെ കൈകളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഇത് അന്വേഷണത്തിലൂടെ വെളിവാകും. ആ വെളിവാകുന്നതിനെ അന്വേഷണത്തെ ഇവർ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും പറയുന്നത് ഇത് ആത്മഹത്യയാണ്, ആവശ്യമില്ല. ആത്മഹത്യയാണെന്ന് ഇവരെങ്ങനെ അങ്ങ് തീരുമാനിക്കുന്നത് ആത്മഹത്യയാണെന്ന്? ഇതൊരു സൂയിസൈഡൽ ഹാങ്ങിയാണോ എന്നുള്ളതിൻ്റെ അത് റൂൾ ഔട്ട് ചെയ്യാൻ എന്താ മാർഗമുള്ളത്? ഒരു വീടും തുറന്നിട്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. ആ വീട് മുഴുവൻ തുറന്നു കിടക്കുകയാണ്. അതോ ഇവർ തല്ലിപ്പൊളിച്ച് തുറന്നതാണോ എന്ന് അറിയത്തില്ല. വീട് തുറന്നു കിടന്നതാണെന്നാണ് പറയപ്പെടുന്നത്.
പക്ഷെ വീട് തുറന്നു കിടന്നുകൊണ്ട് ഒരാള് സാധാരണഗതി ആത്മഹത്യ ചെയ്യുന്ന ഒരാള് ഈ വീടുമൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ കിടന്ന് പിടയ്ക്കുമ്പോൾ എന്നെ വന്ന് രക്ഷിക്കണേന്നും പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് കയറി തൂങ്ങുമോ? ഇതൊക്കെ മുഴുവൻ കള്ളത്തരമാണിത്, ഒരു സംശയമില്ല. ഇത് കൊന്നു കെട്ടിത്തൂക്കിയതാവാൻ ഒരുപാട് സാധ്യതയുണ്ട്, അല്ലെ കെട്ടിത്തൂക്കി കൊന്നതാവാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു കേസാണ്. എന്നിട്ട് പോലും ഇത് അന്വേഷിക്കേണ്ട, ആത്മഹത്യ തന്നെയാണ്. ഇവരങ്ങ് തീരുമാനിച്ചു ആത്മഹത്യയാണെന്ന്. ആ പോസ്റ്റ്മോർട്ടം പോലും ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് നിയമവിദഗ്ധരായ വ്യക്തികൾ കൂടെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾക്കും ചില സംശയങ്ങൾ തോന്നി തുടങ്ങുന്നുണ്ട്. PP ദിവ്യ അവിടെ വന്നത് വെറുതെ അപമാനിക്കാൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു റീസൺ എല്ലാവരും അന്വേഷിക്കുമല്ലോ. എന്തുകൊണ്ട് വളരെയധികം നല്ല ഇമേജ് ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യണം? അദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. ഇനി വീട്ടുകാരോടൊപ്പം ജോലി തുടരാം, സന്തോഷകരമായ ഒരു കാര്യം. മാത്രമല്ല അദ്ദേഹം തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ചില മെസ്സേജുകളൊക്കെ പറയുന്നത് അദ്ദേഹം വലിയൊരു സമ്മർദ്ദം അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ചിലപ്പോൾ പുതിയ സമ്മർദ്ദം ഉണ്ടായില്ല എന്നല്ല, പക്ഷെ വീട്ടുകാരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെയധികം ആശ്വാസകരമാവുന്ന കാര്യമാണ്. അത്തരത്തിൽ സന്തോഷകരമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞതുപോലെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ കെട്ടിത്തൂക്കി കൊന്നതാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ആത്മഹത്യയാക്കി തീർക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒരു കാരണമാണ്, ഒരു റീസൺ വേണം അദ്ദേഹം മരിക്കാനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ വളരെ സ്ട്രോങ് ആയ ഒരു കാരണം വേണം. ആ ഒരു കാരണം ഉണ്ടാക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുക, പശ്ചാത്തലം ഉണ്ടാക്കലായിരുന്നു അന്ന് ആ യാത്രാഭിയോഗത്തിൽ നടന്നത്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേരുന്നു. ഇദ്ദേഹത്തെ പെട്ടെന്ന് അങ്ങോട്ട് അപമാനിച്ച് സംസാരിക്കുന്നു. ജില്ലാ കളക്ടർ ഒന്നും മിണ്ടുന്നില്ല. അപമാന ഭാരത്തോടെ ഇരിക്കുന്ന നവീൻ ബാബു. ഈ PP ദിവ്യയുടെ കൂടെ വന്ന ആളാണ് ആ വിഷ്വൽ റെക്കോർഡ് ചെയ്തെടുക്കുന്നത്. ഇതിലൊക്കെ ഇവിടെ ഒരു പ്ലോട്ടിംഗ് ഉള്ളതുപോലെ തോന്നുന്നു. ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ട്രോങ് റീസൺ, ജനങ്ങൾക്ക് കൺവിൻസിങ് ആവുന്ന ഒരു റീസൺ വേണം. നമുക്കിതൊക്കെ വെറും ഊഹാപോഹങ്ങളായിട്ട് പറയാനേ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു റീപോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യതയില്ല. എങ്കിലും സാഹചര്യ തെളിവുകൾ വെച്ച് അന്വേഷണം അവിടെ മുന്നോട്ട് പോകാമെന്നാണ് ജസ്റ്റിസ് കെമാൽ പാഷ, റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് കേൾപ്പിക്കാം. ഏതായാലും അത് കത്തിച്ചു പോയി, നഷ്ടപ്പെട്ടു. ആ തെളിവുകളെ മുഴുവൻ നശിപ്പിച്ചു. ഇനി ഒന്നുമില്ല, ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് സ്കോപ്പ് ഇല്ലാതായി, ഒന്നും ചെയ്യാൻ മാർഗമില്ല. പക്ഷേ എങ്കിൽ പോലും സാഹചര്യ തെളിവുകളിൽ നിന്ന് ഈ കോർപ്പസ് ഡെലിക്റ്റീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാഹചര്യ തെളിവുകളിൽ നിന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു CBI അന്വേഷണം വന്നാൽ, CBI അന്വേഷണം വരാതെ ഇതിന് യാതൊരു കാരണവശാലും ഇതിലൊന്നും തെളിയാൻ പോകുന്നില്ല. അപ്പോൾ ഒരു CBI അന്വേഷണത്തിന് പോകാനുള്ള സാധ്യത ഇനി അവശേഷിക്കുന്നുണ്ട്. സാഹചര്യ തെളിവുകൾ അന്വേഷിക്കാം. പ്രത്യേകിച്ച് മറ്റേ ലേഡി പറഞ്ഞൊരു കാര്യം, അങ്ങനെ അദ്ദേഹത്തെ പോകാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ആരെങ്കിലും അദ്ദേഹത്തെ വിളിച്ചിരുന്നോ? ആരാണ് അദ്ദേഹത്തെ വിളിച്ചത്? ആ രീതിയിൽ അന്വേഷണം പോകണം. ഇപ്പൊ നേരത്തെ KM ഷാജഹാൻ പറഞ്ഞ പോലെ ഒരു ഇന്നോവ കാറിൽ അദ്ദേഹം പോകാനുള്ള സാധ്യതയെ കുറിച്ച് പറയുന്നു. ആ രീതിയിൽ അന്വേഷണം ഉണ്ടാകണം. പക്ഷെ ഇനിയിപ്പോ CBIക്ക് കേസ് കൈമാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഭരിക്കുന്ന സർക്കാർ പ്രതിസന്ധിയിലാവുന്ന ഘട്ടങ്ങളിലൊക്കെ CBI അന്വേഷണം വേണ്ട എന്നാണ് സർക്കാർ വാദിക്കുന്നത്. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകുന്നുണ്ട്, സുപ്രീം കോടതി വരെയാണെങ്കിൽ അവിടം വരെയും പോകുന്നുണ്ട് CBI അന്വേഷണം വേണ്ട എന്ന് പറയാനായിട്ട്. ഇക്കാര്യത്തിലും അത് സംഭവിക്കാനുള്ള സാധ്യത വിദൂരത്തൊന്നുമല്ല. CBI അന്വേഷണം സർക്കാർ തന്നെ ചിലപ്പോൾ എതിർക്കാൻ സാധ്യതയുണ്ട്. എന്തിനാണ് എതിർക്കുന്നത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ സർക്കാർ വല്ലതും CBIക്ക് ചെലവിന് കൊടുക്കണോ? CBI അന്വേഷിക്കാൻ വരുന്നത്? എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. എൻ്റെ അറിവിൻ്റെ പരിമിതിയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ചെലവുകളാണ് CBI വരുമ്പോൾ സർക്കാർ കൊടുക്കേണ്ടതെന്ന് ഇത് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഈ രീതിയിലാണ് അന്വേഷണം പോകുന്നതെങ്കിൽ ഇത് എങ്ങും എത്താൻ പോകുന്നില്ല. ഇപ്പൊ പോസ്റ്റ്മോർട്ടം തന്നെ ഒരു നിയമവിദഗ്ധന് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ പറയും അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ചില ചായ്വുകളുണ്ടെന്ന്. എന്നിരുന്നാൽ തന്നെ അദ്ദേഹം പറയുന്ന നിയമപരമായ കാര്യങ്ങൾ കേൾക്കേണ്ടതാണല്ലോ. അപ്പൊ ഇതിലെന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ലേഡി പറയുന്ന കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ ഇനി CBI അന്വേഷണത്തിന് സർക്കാർ എതിർക്കുമോ ഇല്ലയോ? എതിർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംശയത്തിന്റെ മുനയുടെ മൂർച്ച കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്തായാലും നവീൻ ബാബുവിന് സംഭവിച്ചത് എന്താണെന്ന് അറിയാനായിട്ട് കേരള ജനതയ്ക്ക് അവകാശമുണ്ട്. ആ അവകാശം നിവർത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിലൂടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനും നീതി ലഭിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.